ഇന്നെന്താ പുതിയൊരു സെറ്റപ്പിലെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? പുതിയ സെറ്റപ്പില്ല, ഇന്ന് നമുക്ക് ഓടുന്ന അടുപ്പുണ്ട്. ഒരു നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വന്നിരുന്നാണേ. അപ്പം നെയ്യപ്പം ഉണ്ടാക്കാൻ കുറേ സമയം എടുക്കും. നമ്മുടെ ഗ്യാസ് സിലിണ്ടർ അതിൽ ഇത്രയും സമയം അത്രയും ഗ്യാസ് നഷ്ടമാവും. അപ്പം ഞാൻ ആലോചിച്ചപ്പം ചേച്ചിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി. നമ്മൾ നാട്ടിൽ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ചെറിയ കുറ്റിയുണ്ടല്ലോ, അതിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഗ്യാസ് നഷ്ടമാവില്ല. നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യപ്പം കഴിക്കാം. അപ്പം അതെടുത്തപ്പോൾ അത് നോക്കിയപ്പോൾ അത് എവിടെ വേണേലും കൊണ്ടുവെക്കാം, ഇന്നടത്ത് തന്നെ ഇരിക്കണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് സൗകര്യമായിട്ട് ടി വിയും കാണാം, നെയ്യപ്പം ഉണ്ടാക്കാം, കാറ്റും കൊള്ളാം, എല്ലാം ഒരേ രീതിയിൽ ആസ്വദിക്കാം. ഇത്ര സൗകര്യം ഇവിടെ കിട്ടിയില്ലേ? അപ്പോൾ എന്നെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പോൾ ഒരു നെയ്യപ്പത്തിൻ്റെ പണിപ്പുരയിലേക്കാണ്, നോക്കാം എങ്ങനെയാവുമെന്ന്. നെയ്യപ്പത്തിനുള്ള ബാറ്റർ നേരത്തെ റെഡിയാക്കി വെച്ചു. പച്ചരി അരച്ചതാണേ, പച്ചരി പൊടിച്ചും ചേർക്കാം. പച്ചരി അരച്ചതും ശർക്കര ഉരുക്കി അതിനകത്ത് ഗോതമ്പ് മാവും 2 സ്പൂൺ റവയും ചേർത്ത ശേഷം എള്ള്, നെയ്യ്, നമ്മുടെ തേങ്ങാക്കൊത്ത് ഇവയെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പും ലേശം സോഡാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് എടുത്ത നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. അപ്പേ നമ്മുടെ നെയ്യപ്പം ഇങ്ങനെ ഓരോന്നോരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത്രയും ആക്കിയെടുത്ത് നല്ല ചൂടുണ്ട് കേട്ടോ. ഞാനത് മൊത്തം ഉണ്ടാക്കി എടുത്തിട്ട് കാണിക്കാം. സമയം എടുക്കുന്നൊരു പ്രവൃത്തിയാണിത്. ഓരോന്നോരോന്ന് ഒഴിച്ചൊഴിച്ചൊഴിച്ച് ചൂടാക്കി എടുക്കണം. ഒരാൾ ഇതിൻ്റെ ഇടയിൽ കൂടെ STD വലിക്കുന്നത് നോക്കാം. ആരും കാണാതെ അവിടെ വന്ന് തന്നെ മുട്ടി, ഇവിടെ വന്ന് വിളിക്കുന്നു, അവിടെ നിന്ന് വിളിക്കുമ്പോൾ എനിക്കൊരു പീസ് ഇതാതാന്നും പറഞ്ഞു. ചൂടാ ഇങ്ങനെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതിന്ന് ഒന്ന് മുഖം നോക്കാൻ, പക്ഷെ നല്ല ചൂടാ. പപ്പായും കയ്യും കാണാതെ അവിടെ എവിടെയും പാത്തും പതുങ്ങി വന്ന് നിൽക്കുക. ഒരു നെയ്യപ്പം എനിക്കിതായോ, ഒരു നെയ്യപ്പം ഇവർക്കൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. ചൂടാട്ടൊരാൾ എണ്ണീറ്റിരിക്കുന്നു. ബട്ടർ ചിക്കൻ്റെ മുളക് അടിച്ച് ഒഴിക്കുന്നോണ്ട് ഒഴിച്ചപ്പം പറഞ്ഞ നെയ്യപ്പം ഒരാൾ ഉറക്കാണേ. അവിടെ ഒരാൾ ഉറങ്ങുന്ന ബലത്തിലാണ് ഞാൻ ഈ സാധനം ഇവിടെ കൊണ്ട് വെച്ചത്. അല്ലെങ്കിൽ മമ്മാ ഐ ഹെൽപ്പ് യു, ലെറ്റ് മീ ഹെൽപ്പ് യു പറഞ്ഞെങ്കിൽ വരില്ല. എന്നിട്ട് എടുത്തിട്ട് ഇനി ഇവിടെ ഇരിക്കുന്നത് റിസ്കാ. പുറം നല്ല ക്രിസ്പി ആകും, ഇങ്ങനെ സോഫ്റ്റ് ആണെന്നാണ് ടേസ്റ്റ് ചെയ്യുന്നത് ടച്ചും ചേച്ചിയും പറഞ്ഞത്. മൊത്തം ഉണ്ടാക്കി എടുത്തിട്ട് കാണിക്കാം. ഇച്ചിരി സമയം എടുക്കും. എനിക്കിവിടെ ഇരിക്കാനൊക്കെ സൗകര്യമായി TV കാണാം. അപ്പം നമ്മുടെ നെയ്യപ്പം എല്ലാം റെഡി എടുത്തിട്ടുണ്ട്. കുഞ്ഞ് ഉണർത്തതുകൊണ്ടേ മത്തായി കുഞ്ഞ് ഉണർന്നുകൊണ്ട് കുറച്ച് വേഗത്തിൽ ചെയ്ത്. കാരണം അറിയോ, ഗ്യാസ് കുറ്റിയും കൊണ്ട് അവിടെ ഇരിക്കുന്ന റിസ്ക്കാണ്. എപ്പോഴും അവരെ ഓടി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വേഗത്തിൽ ചെയ്തെടുത്താൽ, പക്ഷെ അങ്ങോട്ട് വന്നൊന്നുമില്ല, ആൾ ചേച്ചിയുടെ അടുത്ത് തന്നെ ഇരുന്നത്. അതുകൊണ്ട് വേഗത്തിൽ ചെയ്ത് തീർത്തെടുത്ത നമ്മുടെ നെയ്യപ്പം റെഡി. ചായയുമായി വേഗം വന്നോളൂ, നെയ്യപ്പം കഴിക്കാം. നെയ്യപ്പം കഴിച്ചാൽ 2 ഗുണം, വയറും നിറയും, പിന്നെന്താ വെച്ചാൽ കൈയും കാലും മിനുക്കാം അല്ലേ? ശരി. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഒരു പുതിയ പുതിയത്തിലേക്ക് സ്വാഗതം. രാവിലെ ഇന്ന് സ്കൂൾ അവധിയാണ്. കുഞ്ഞിന് സ്കൂളിന് ഹോളിഡേ ആയി. ഇനി April 1
അടുത്ത ന്യൂ അക്കാഡമിക് സെഷൻ ആരംഭിക്കത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക്. ഈ 2 ദിവസമെല്ലാം കുറച്ച് ഓട്ടമായിരുന്നു കൊച്ചു കുഞ്ഞിൻ്റെ അഡ്മിഷന് വേണ്ടിയിട്ട്. അപ്പോൾ കൊച്ചു കുഞ്ഞിന് 2.5 വയസ്സ് ആയതേ ഉള്ളൂ. 3 വയസ്സാകാത്തതുകൊണ്ട് DPSൽ കിട്ടില്ല. നമ്മളവനെ പ്ലേ സ്കൂളിൽ ചേർത്തു. ഇപ്പോൾ രാവിലെ അവധിയായാലും നമുക്ക് സ്വാഭാവികമായിട്ട് ഫുഡ് കഴിക്കണമല്ലോ. ഞാൻ വിചാരിച്ചു എന്താ ഉണ്ടാക്കുക. രാവിലെ എനിക്കൊരു തോന്നിയിട്ട് കുറച്ച് പച്ചരി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ പച്ചരിയും ശർക്കരയും ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ബോണ്ടയുമല്ല നെയ്യപ്പവുമല്ല ഇതിൻ്റെ ഇടയിലുള്ള ഒരു ചള്ളപ്പം ഉണ്ടായി. അപ്പം സോഫ്റ്റാ, കൊച്ചിനും കഴിക്കാം. നമ്മൾ നല്ല സോഫ്റ്റാണ്. നമ്മുടെ ബേബിക്കും കഴിക്കാം. മറ്റേൻ്റെ സൈഡല്ല ഇങ്ങനെ മുരമുരാന്നിരിക്കുന്നതുകൊണ്ടേ അവർക്ക് അത്ര ഇഷ്ടം വരില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് പുട്ടാണ്. പുട്ടെന്ന് വെച്ചാൽ വെറും പുട്ടല്ല, സ്പെഷ്യൽ പുട്ട്, ചിക്കൻ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കുകയാണ്. പുട്ട് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടിൽ തന്നെ അരി പൊടിച്ച് വറുത്തെടുക്കുന്ന പുട്ടാണ്. അതാണ് ടേസ്റ്റ് കൂടുതൽ. അതിനകത്ത് ചെറിയൊരു ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിനുള്ള ചിക്കൻ ബർലിനൂടെ വേഗം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭംഗിക്ക് ഉരുളക്കിഴങ്ങ് കൂടെ വെട്ടിക്കൊണ്ട് ചേർത്തിട്ടു. പിന്നെ പുതിയ ഉരുളക്കിഴങ്ങ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇതും മോരുകറിയും മാത്രം മതി ചോറ് വയ്ക്കുക. ചിക്കൻ ബർലൻ കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അങ്ങനെ ഈ വകകളെല്ലാം ചേർത്തിട്ട് ചിക്കൻ ബർലൻ ഉണ്ടാക്കി പുട്ടിന് നമുക്ക് ചിക്കൻ പുട്ട് നമുക്ക് തന്നെ ചിക്കൻ പുട്ടുണ്ടാക്കാം. സാധാരണ ബോൺലെസ് പീസാണ് എടുക്കുന്നത്. പക്ഷെ നമുക്കിവിടെ ബോൺലെസ് അത്ര രസമില്ല. ബോണുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനത് അല്ലെങ്കിൽ പല്ലില്ലാത്തവരൊന്നുമല്ലല്ലോ. അപ്പം ചെറിയ ചിക്കൻ ബോൺ പീസ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഇവിടെ വെള്ളം വെച്ചിനകത്ത് വെള്ളം ഒഴിക്കത്തില്ല. ഈ ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി ഇത് വേകട്ടെ. ഒത്തിരി മസാലയൊന്നും ഇട്ടിട്ടില്ല. കൊച്ചിനോട് പിള്ളേർക്കൂടെ കൂട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇവിടെ അങ്ങനെ അധികം എരിയൊന്നും ആർക്കും വേണ്ട. അച്ഛൻ ചേച്ചിക്കും എനിക്കും ഒന്നും അധികം എരി വേണ്ട. അപ്പോൾ ഇതിനി ഇവിടെ കിടന്ന് റെഡി ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് പുട്ട് കുഴയ്ക്കാം. നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലെ പുട്ടുപൊടി. നമുക്കത് റെഡിയാക്കാം. കണ്ടോ, ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ലേ? വെള്ളം ഇറങ്ങിയത് കണ്ടോ? ഇനി ഇത് വെള്ളം അടിച്ച് ചത്ത കോഴിയാണോ ഈശ്വരോ? പിന്നെ ഉറക്കമില്ല, ഒന്നുമില്ല. ഞാൻ എണീറ്റ് എൻ്റെ കൂടെ എണീറ്റ് വരാം. അപ്പം എണീറ്റ് വരും. മാത്തൂട്ടിൻ്റെ മതേക്കുഞ്ഞാണെങ്കിൽ 3 ജന്മം വന്നത് തോന്നുന്നു. രാവിലെ ഉറങ്ങുന്നു, രാത്രി ഉറക്കമില്ല. ചേച്ചി മുകളിൽ അപ്സ്റ്റെയറിൽ അവിടെ ഭയങ്കര ചൂടാ. നല്ല ചൂടായി തുടങ്ങി. പാലൊന്നു ഇത് പോത്തിൻ്റെ അല്ല, എരുമേൻ്റെ പാല്. ഇത് പശുവിൻ്റെ പാല്. നമ്മുടെ പെരളിനിവിടെ പെരണ്ട് റെഡിയായി കിടപ്പുണ്ട്. ലാസ്റ്റിൽ കുറച്ച് സൗന്ദര്യത്തിന് മല്ലിയിലയും വിതറി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഇവിടെ എങ്ങനെയാണെന്നറിയോ? ഇവിടെ നമുക്കിവിടെ പച്ചരി നമ്മുടെ നാട്ടിലത്തെ സ്റ്റോറുകളിൽ കിട്ടുന്ന പോലെ അവൈലബിൾ അല്ല. അല്ലേ ചേച്ചാ? ആണോ? അല്ല. അപ്പം നമ്മളിപ്പം 1 കിലോ 2 കിലോ 5 കിലോ അങ്ങനെ മേടിക്കാൻ ചെന്നാലും അന്യായമായ വില അവർ മേടിച്ചു കളയും. കാരണം പച്ചരി എന്ന് പറയുന്നത് ഇവിടെ എന്താ പറയുക, ഒരു നമ്മുടെ നാട്ടിലെ ബസ്മതി റൈസിൻ്റെയൊക്കെ ഒരു ജാടയാണ് ഇവിടെ പച്ചടിക്ക്. അപ്പം അച്ചേച്ചൻ എന്ത് ചെയ്യുന്നറിയോ? ചേച്ചി എന്താ ഇങ്ങനെ ഒരു ചാക്ക് അഞ്ചിൽ നമുക്ക് ഇവിടുന്ന് പർമൽ റൈസ്, ഇത് ഒരു 30 കിലോ അല്ലേ ചെയ്യാം? 30 കിലോ ഒന്നിച്ച് ആമസോണിൽ നിന്ന് മേടിക്കും. ആമസോണിൽ ഓർഡർ കൊടുത്തിട്ട് ഒന്നിച്ചൊക്കെ മേടിക്കുക. അപ്പോൾ പിന്നെ അത് നമുക്ക് ആവശ്യമനുസരിച്ച് അപ്പത്തിനോ ഇഡ്ഡലിക്കോ പുട്ടിനോ എങ്ങനെ വേണമെങ്കിലും എടുത്തുപയോഗിക്കാം. എനിക്ക് ഇതിപ്പോൾ 2ാമത്തെ ചാക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചാക്ക് മേടിച്ചു കഴിഞ്ഞാൽ ഇതാണ് ലാഭം.
ഒന്നിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ളത് ഇങ്ങനെ പുട്ടിന്, ഇഡ്ഡലിക്ക്, ദോശ, അപ്പം, ഇടിയപ്പം ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ പുട്ടിന് ഞാൻ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഫ്രിഡ്ജ് വെച്ചേക്കുക. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ പുട്ടിനെടുത്ത് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കും. അതിൽ കുറച്ചെടുത്താണ്, പച്ചരി എടുത്താണ് രാവിലെ ബോണ്ട ഉണ്ടാക്കിയത്. ബോണ്ട ഇപ്പോഴേ സ്കൂൾ അവധിയില്ലയോ, അപ്പം കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറിക്കാൻ വേണ്ടേ. ഇന്ന് മലയാളി കടയിലോട്ട് ഓടാൻ പറ്റുമോ? മലയാളി കടയിൽ 4 നെയ്യപ്പം, ഒരു പാക്കറ്റിൽ നിന്ന് 4 നെയ്യപ്പം 60 രൂപ. എൻ്റെ തൊണ്ട പിന്നെയും പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഇച്ചിരി തണുത്ത വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു. അപ്പം 4 നെയ്യപ്പം കാണും ഒരു പാക്കറ്റിൽ 60-75, അത് കുറയത്തില്ല. തൈര് ഒരേ ഒഴിച്ച് വെച്ചാൽ ഇപ്പം ചൂടായതുകൊണ്ട് ലസ്സിക്കും മോര് കറിക്കൊക്കെ നല്ല മോര് സംഭാരം അതിനൊക്കെ ഇവിടെ നന്നായിട്ട് ഓടും. കട്ടത്തൈര്. അടുത്ത ട്രിപ്പ് പാല് ഉറയൊഴിച്ച് വെക്കണം. കുറച്ച് ചായക്കെടുക്കും, ബാക്കി ഉറയൊഴിച്ച് വെക്കും. അടുത്തത് കാച്ചണം. ഇത് ഇന്നലത്തെ പാലാണ്. അപ്പം ഇവിടെ പറഞ്ഞില്ലേ ചൂടായതുകൊണ്ട് അധികം ചായ ഒന്നും ഓടുന്നില്ല. ഇപ്പം വെള്ളവും പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള നാരങ്ങ ജ്യൂസ് അങ്ങനെയൊക്കെയാണ്. ചായ വേണ്ട വൈകിട്ടിപ്പം. അന്നേരം ഇതിനകത്താണ് ഉറ ഒഴിച്ച് വെക്കുന്നത്. അപ്പം ഞാൻ ഈ ഉറ മാറ്റിയിട്ട് ഈ പാത്രം ഒന്ന് നല്ല കഴുകി എടുത്തിട്ട് വരട്ടെ. നമ്മൾ ഉപയോഗിച്ചതിനകത്ത് വീണ്ടും ഉറ ഒഴിച്ച് വെച്ചാലേ ഒരു കേടായ സ്മെല്ല് വരും, കിടുമ്പ് വാട വരും. അപ്പോൾ പാല് കുറച്ച് ചായക്ക് എടുക്കണം, ബാക്കി ഉറ ഒഴിക്കും. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഇങ്ങനെ തൈര് ഉറ ഒഴിച്ച് വെച്ച പാത്രം ഇങ്ങനെ നമ്മൾ വടിച്ച് കഴുകി എടുക്കുമ്പോൾ ഇങ്ങനെ തെളിനീര് പോലത്തെ മോരുമെള്ളം വരില്ലേ, അതെന്ത് ചെയ്യുന്നറിയാം? കാണിച്ചു തരാം. ഇവിടെ ഒരു കറിവേപ്പുണ്ട്, ശോഷിച്ചു പോയൊരു കറിവേപ്പ്, അതിന് കൊടുക്കും. അങ്ങനെ ഉണങ്ങിപ്പോയ ആളതാ ഇങ്ങനത്തെ തെളിഞ്ഞ മോരിൻ്റെ തെളിഞ്ഞ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശോഷിച്ചു പോയ കറിവേപ്പ് കിളിച്ചു വരും. അത് വാസ്തവമാണ്, മൊത്തം ഉണങ്ങിപ്പോയതാണ് മണ്ട, വേറെ റെഡിയായി. പക്ഷെ ഒരൊറ്റയല്ല ഇതിൽ നിന്ന് എടുക്കാൻ തോന്നിട്ടില്ല. പ്രാവശ്യം നാരങ്ങ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയില്ല. ചൂട് കാരണമെന്ന് തോന്നുന്നു ഒത്തിരി പൊഴിഞ്ഞു പോകുന്നുണ്ട്. ഒത്തിരി പൊഴിഞ്ഞു പോകുന്നു. ഇതെന്താണെന്ന് മനസ്സിലായ കൂട്ടുകാരെ? ഇതാണ് പാലിൻ്റെ പാട. പാലിൻ്റെ പാട ഒരുക്കി നെയ്യാക്കാൻ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. നമ്മുടെ ഈ നെയ്യ് ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ പാലിലെ കട്ടപ്പാട ഉണ്ടോ? ഈ പാടാന്ന് എനിക്ക് എന്തൊരു കട്ടി പിടിച്ച പാടയാ. ഈ പാടയെല്ലാം കൂടെ ചായക്കകത്താക്കി കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സമയമാൻ രഥത്തിൽ പാടും. അതുകൊണ്ട് അതങ്ങനെ ചായയിൽ നമ്മൾ ആഡ് ചെയ്യില്ല, പകരം അതെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കും. പാട മാറ്റി വെച്ച ശേഷം അത് ഉരുക്കി നെയ്യാക്കി ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കും. അതൊരു വട്ടം ഞാൻ കാണിച്ചു തരാം. അതിപ്പം നമ്മൾ ഈ ചെറിയ കുറ്റിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ഈ ഗ്യാസിൽ ഇതിൽ വെച്ചാൽ അത് മുതലാവത്തില്ല, ഗ്യാസ് പെട്ടെന്ന് തീർന്നു. അതുകൊണ്ട് ഇതിൽ വെച്ച് ഉരുക്കിയെടുക്കുന്ന ഒരു ദിവസം കാണിച്ചു തരാം. ഇന്നിട്ട് നേരമില്ല, ഞാൻ ഇതും കൂടെ നിറയട്ടെ വിചാരിച്ചാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഒന്നിച്ചെടുക്കാമല്ലോ, വലിയൊരു പാത്രത്തിട്ട് ഉരുക്കിയെടുക്കും. ചടങ്ങ് പോലെ ഐശ്വര്യമായിട്ട് കുറ്റിക്കുള്ളിൽ കുറച്ച് തേങ്ങ ഇടാം. ആക്ച്വലി തേങ്ങയുടെ ആവശ്യമില്ല, ചിക്കൻ ഇട്ടാലും മതി. വെന്ത് തുടങ്ങുമ്പോൾ ആധികാരികമായി നമ്മുടെ കുറ്റിയേക്കാൾ വലിയ സ്പൂണായിട്ട് സാരമില്ല, ഒരു ബോൺ പീസ് കൂടെ വെച്ച് കൊടുക്കാം. കാണാൻ കിട്ടുന്ന വീട്ടിൽ കടിച്ചു പറിച്ചുകൊണ്ടിരുന്നു. നമുക്ക് വെപ്പര വേറെ കുറ്റിയിലേക്ക് കൂട്ടുവാരി നിറയ്ക്കാം. അതിന് കിടക്കുന്നില്ല. വീണ്ടും ഇടയിൽ ലേശം ചിക്കൻ
വീണ്ടും ഞങ്ങൾക്കെല്ലാവർക്കും കൂടെ രണ്ട് റൗണ്ട് കൊടുത്താൽ മതി. ഇവിടെ ഭംഗിക്ക് ഇച്ചിരി തേങ്ങയും ഒരു 2-3 പീസ് ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടെ ചേർത്ത് ഇവിടെ വെച്ചു കൊടുക്കും. തവയാവി വരണേ. എന്നിട്ട് ഇവനെ ക്ലോസ് ചെയ്ത് റോക്കറ്റ് ട്യൂഷൻ്റെ മുന്നിലേക്ക് വെച്ചു. അപ്പം നമ്മുടെ ഫസ്റ്റ് ചിക്കൻ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ പുട്ടും പപ്പടം. ആക്ച്വലി പപ്പടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാനൊരു ഭംഗിക്ക് വെച്ച് ഇച്ചിരി ജാഡ ഓവറായിട്ട് പറഞ്ഞറിയില്ല. പുട്ട് ഇവിടെ റെഡി ഉണ്ടോ. ചിക്കൻ പുട്ട് പിന്നെ കറിയൊന്നും വേണ്ട. ഈ ചിക്കൻ ഉണ്ടല്ലോ അത് കൂട്ടി കഴിക്കാം. അത് രണ്ടും ആണുണ്ട്. അതൊക്കെ നേരത്തേക്ക് കൊണ്ട് കൊടുത്തു. പപ്പ പ്രേമിക്കാൻ വന്നു ഇടയ്ക്ക് 2 എൻ്റെ 3 മക്കൾ. മധുരം രാവിലെ എണ്ണീറ്റു. രാവിലെ പിന്നെ അത്ര രാവിലെ 9:10 നോക്കണോ എണ്ണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ ഒരു റൊട്ടീൻ പെൻ പോലെ അതുപോലെ തന്നെ പല്ലുവെപ്പും കുളിയും സ്കൂളിലെ ആ ഒരു ഇതുപോലെ തന്നെ നടത്തിയില്ലെങ്കിൽ സ്കൂൾ തുറക്കുന്നിടം വരെ പല്ലുവെപ്പും ഉണ്ടാവില്ല, കുളി ഉണ്ടാവില്ല. ആ ഒരു ഇതിൽ പിടിച്ചില്ലെങ്കിൽ അദ്ദേഹം കുളിക്കുന്നത് കാണുമ്പോൾ ഇയാളും കുളിക്കാൻ റെഡി ആയിക്കോളും. കുളിക്കാൻ കൊടുപ്പൊക്കെ ഇവർ റെഡി ആയിരുന്നു. ഇവൻ ചെയ്യുന്നതിൻ്റെ എന്തോ ആണല്ലോ പരിണാമമാണ് ഇവൻ. മീൻ മേടിക്കാമോ? അപ്പോൾ ബാങ്കിൽ പോയിട്ട് മീനും മേടിച്ചിട്ട് വരുന്നു. ഏത് HDFC-യിൽ? ഈ HDFC പോയാൽ മതിയാ? പുറത്ത് നോക്കാൻ വയ്യ. നല്ല ചൂടുണ്ട്, നല്ല ചൂട്. ഇവിടെ വിയർക്കല്ല, ഇവിടെ പൊള്ളുക. വെയിലിന് നല്ല ചൂടാണ്, ഭയങ്കര കട്ടിച്ചൂട്. ഇവിടെ കുഞ്ഞുങ്ങൾ 2 പേരും രാവിലെ എണ്ണീറ്റ് പല്ലുതേപ്പും കുളിയൊക്കെ കഴിഞ്ഞ്. ഈ കൊച്ചവന് ഇപ്പം ഡ്രസ്സിൽ കുറേ നിർബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡ്രസ്സിൽ കുറേ നിർബന്ധം. ഇദ്ദേഹത്തിന് ഇങ്ങനത്തെ ബനിയൻസ് മതി. ഇങ്ങനത്തെ റൗണ്ട് നെക്കായിട്ടുള്ള ബനിയൻസ് വേണം വീട്ടിൽ. ഇദ്ദേഹത്തിന് ഷർട്ട് തന്നെ വേണം. അതും പോരാ, നല്ല ഷർട്ട് വേണം. അത് അവൻ പറയുന്ന കളർ തന്നെ വേണം. ചില കളറൊന്നും പിടിക്കത്തില്ല. പിങ്ക് കളർ കൊടുത്താൽ പോരെ, അത് ഗേൾസിൻ്റെ ആണ്. പിങ്ക് കളർ, പീച്ച് കളർ, ഇതൊന്നും അയാൾക്ക് ഇഷ്ടമാകത്തില്ല. അതൊക്കെ ഗേൾസിൻ്റെ കളറാണ്. ഇങ്ങനത്തെ ബ്ലൂ, ഇത് ഇവനേക്കാൾ വാശി ഇവനാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് തേക്കുള്ളൂ. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഊരിക്കളയും, അടുത്തെടുത്തിട്ട് വരും. ഡ്രസ്സ് ഇപ്പോൾ കൈ എത്തുന്ന ഇതിലായതുകൊണ്ട് പോവുക തന്നെ എടുക്കും. ഒരു ദിവസം പറഞ്ഞ ഒരു 5-6 ജോഡി മാറും. വലിയ ആളാന്നാ വിചാരം. ഏപ്രിൽ തൊട്ട് സ്കൂളിൽ പോവാ, പ്ലേ സ്കൂളിൽ. അച്ചാച്ചൻ്റെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയില്ല കുഞ്ഞിന് ഏജ് 3+ ആവണം അവിടെ. ഇപ്പൊ ഗവൺമെന്റ് റൂൾ അങ്ങനെ ഉണ്ടെന്ന്. 3+ ആയെങ്കിൽ മാത്രമേ. പപ്പ ഓഫീസിൽ പോയൊന്ന് ഉറപ്പാക്കുക. എന്നിട്ട് വേണം അടുത്ത ഗുസ്തിക്ക് ഇറങ്ങാൻ. വെള്ളത്തിൽ കളിക്കും അടുത്ത പരിപാടിക്ക് ഇറങ്ങണേ. പപ്പ ഓഫീസിൽ പോയോന്ന് ഉറപ്പാക്കിയിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ. ഇത് കണ്ടോ, നമ്മുടെ മാത്തുട്ടിന്റെ ഗ്രാജുവേഷൻ ഡേ കഴിഞ്ഞു. അതിന്റെ ഫോട്ടോസ് ഗാർഡൻ സ്റ്റുഡിയോയിൽ കൊടുത്ത് പപ്പ അതിങ്ങനെ എൻലാർജ് ചെയ്ത് എടുത്ത്. പപ്പ പോയ ഉടനെ പപ്പ അത് ഓണാക്കി വെച്ചു. പപ്പ പോയ ഉടനെ പപ്പയുടെ ലാപ്ടോപ്പിൽ പപ്പ ബാങ്കിൽ പോയതാ. പപ്പയുടെ ലാപ്ടോപ്പിൽ പണിയാൻ കയറി. പപ്പ went to bank. അതൊക്കെ ഒന്ന് മാറ്റി വെക്കില്ലേ പപ്പ, അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പോയേക്കുക. ഇപ്പോഴേ ഒരു വെയിലെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വെയില് നമുക്ക് നമ്മുടെ ഇമാജിനേഷൻ അപ്പുറമാണ്. ഈ ഒരു വെയിലത്ത് എങ്ങനെ കളിക്കാൻ വിടും? ഇവർക്കാണെങ്കിൽ റൂമിലിരുന്നിരുന്ന് ബോറായി. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഓടുകയും കളിക്കുകയും ഒക്കെ ചെയ്യല്ലോ. ഇവിടെ ഒരു സാധനം ഉണ്ടായിരുന്നു, എന്ത് കാണാതെ. വെയിലും കൂസലില്ല, ഒന്നും കൂസലില്ല. അപ്പോൾ ഒരു വെയിലൊക്കെ അവർക്ക് നിസ്സാരം.